നമസ്കാരം. കോട്ടയം ജില്ലയിലെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. കുട്ടൻ എന്ന ഓമനപ്പേരാൽ ചാർത്തപ്പെട്ടൊരു കുട്ടി, തീരെ പഠിക്കാത്തൊരു കുട്ടി, എന്നാൽ ബുദ്ധിമാനായ ഒരു കുട്ടി. പഠിക്കാത്ത കാരണം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളില്ല. അവന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തിൻ്റെ പേര് ബാബു എന്നാണ്. ഒരിക്കൽ തൻ്റെ പ്രിയ സുഹൃത്തിനോട് കുട്ടൻ ചോദിക്കുകയാണ്, ബാബു, നിന്റെ വീട് വലിയ വീടാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, നിന്റെ വീടൊന്ന് കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോകുന്ന ചോദിച്ചു. അപ്പൊ ബാബു പറഞ്ഞു, വേണ്ടടാ, ഇല്ല, എൻ്റെ അച്ഛനും അമ്മക്കും നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു ഇവൻ കുട്ടൻ. അതെ, ജാതിയുടെ ചുവരുകൾ അപ്പോഴേക്കും മനുഷ്യ മനസ്സിനെ തടവറയിൽ പൂട്ടിയിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ദിവസം തന്നെ കൊണ്ടുപോകാമെന്ന് ബാബു വാക്ക് നൽകി. അങ്ങനെ അവരില്ലാത്ത തക്കം നോക്കി കുട്ടനെയും കൊണ്ട് ബാബു വീട് കാണാൻ പോയി. ബാബുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടനാകെ അതിശയിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരു വീട് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ വീടിൻ്റെ കാഴ്ചകളോ വീട്ടിലെ കൗതുകങ്ങളോ ആയിരുന്നില്ല കുട്ടൻ്റെ മനസ്സിൽ തങ്ങി നിന്നത്. മറിച്ച് ആ വീടിൻ്റെ മുറ്റത്തുള്ള പട്ടിക്കൂട്ടിലുറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത്. അവൻ്റെ വീട്ടിലെ ഓണത്തിന് പോലും അങ്ങനെ ഒരു ഭക്ഷണം കണ്ടിരുന്നില്ല. അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് പോലും കഴിച്ചിരുന്നത്. അങ്ങനെ ഇരുവരും തിരികെ സ്കൂളിലേക്ക് മടങ്ങി. അന്ന് ഇൻസ്പെക്ഷന് വേണ്ടി ഒരു അധ്യാപിക വന്നിട്ടുണ്ടായിരുന്നു. ആ അധ്യാപിക ഓരോ കുട്ടികളോടും ചോദിക്കുകയാണ്, മോനെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഓരോ കുട്ടികളും പറയാണ്, എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, പൈലറ്റ് ആവണം, ടീച്ചർ ആവണം, മാഷ് ആവണം എന്നൊക്കെ. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണം. എന്താലേ ടീച്ചർക്ക് വല്ലാത്ത വിഷമമായത് കേട്ടപ്പോൾ ടീച്ചർ ആ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു. ഇവന് പഠിക്കാൻ വലിയ മോഹമുണ്ട്, പക്ഷെ പഠിക്കാൻ കഴിയുന്നില്ല. പുസ്തകങ്ങളില്ലെന്ന് പറഞ്ഞ ടീച്ചർ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി. എല്ലാ പിന്തുണയും ഈ ടീച്ചർ നൽകിയത്. അങ്ങനെ 8ാം ക്ലാസ്സിൽ നിന്നും അത്യാവശ്യം നല്ല മാർക്കോട് ജയിച്ചു. 9ൽ നിന്നും ജയിച്ചു, 10ൽ നിന്നും റാങ്കോട് കൂടി ജയിച്ചു. അങ്ങനെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. എന്നിട്ട് ഒരു ഗ്രാൻഡോട് കൂടി ലണ്ടനിൽ പോയി. ലണ്ടനിലെ പഠനത്തിന് ശേഷം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ വൈസ് ചാൻസലർ അവൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന്. അങ്ങനെ അവൻ ഡൽഹിയിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കത്ത് കൊടുത്തു. നെഹ്റു ആ കത്ത് വായിച്ചിട്ട് ഇവനെ ഒന്ന് നോക്കുകയാണ്. കാരണം ആ കത്തിൽ പറയുന്നത് ഇവനെ കുറിച്ചാണ്. ഈ കുട്ടി അപാരമായ പൊട്ടൻഷ്യലുള്ള സാധ്യതകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ ഏതെങ്കിലും കോളേജിലെ മാഷായി വിടരുത്, മറിച്ച് രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ നെഹ്റുവിനോട് പോവാൻ പറഞ്ഞു. അവൻ തിരികെ നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. അങ്ങനെ അവൻ്റെ കയ്യിൽ ഒരു കത്ത് വരികയാണ്. ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനിൽ നിന്നാണ് ആ കത്ത്. ആ കത്ത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നേരെ ഡൽഹിയിലേക്ക് ചെല്ലാനാണ്. അങ്ങനെ ഡൽഹിയിലേക്ക് ചെന്നു. നെഹ്റു അവനോട് പറഞ്ഞു, നീ ബർമയിലെ അംബാസഡർ ആവണമെന്ന്. അങ്ങനെ ബർമയിലെ ഇന്ത്യയുടെ പ്രതിനിധിയായി അവനെത്തി. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവൻ വഹിച്ചു. പഠിച്ചു വളർന്ന ലണ്ടനിൽ വലിയൊരു ഓഫീസറായി മാറി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഇത് മതി, നീ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് MP ആയി, സഹമന്ത്രിയായി, പിന്നെ മന്ത്രിയായി. അങ്ങനെ ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പത്രങ്ങളിലെല്ലാം ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയുടെ അടിയിലുണ്ട് KR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണമെന്ന് ആഗ്രഹിച്ച കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത്. സങ്കടങ്ങളാണ് നമ്മെ നാമാക്കുന്നത്. നന്ദി, നമസ്കാരം.